ജനജീവിതം ദുസ്സഹമാക്കി പ്രവർത്തിക്കുന്ന പാലക്കാട് തിരുമിറ്റക്കോട് ചാത്തന്നൂരിലെ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ക്വാറിയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് കല്ലുകൾ വീഴുകയും കഴിഞ്ഞ ദിവസം തൊഴിലാളി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പട്ടാമ്പി താലൂക്കിൽ നാഗലശ്ശേരി തിരുമിറ്റക്കോട് വില്ലേജുകളിലായി ചാത്തന്നൂരിലാണ് ജനങ്ങൾക്കും നാടിനും ഭീഷണി സൃഷ്ടിച്ച് കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത്. കരിങ്കൽ ക്വാറിക്കെതിരെ വലിയ ജനകീയ പ്രക്ഷോഭവും നിയമപോരാട്ടവുമൊക്കെ നടന്നെങ്കിലും ക്വാറി പ്രവർത്തനം മുന്നോട്ടുപോയി. ദിവസങ്ങൾക്ക് മുൻപാണ് ക്വാറിയിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ ജനവാസ മേഖലയിലെ വീടുകളിൽ പതിച്ചത്. ഇതേ തുടർന്ന് ക്വാറിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. മാർച്ച് 6-ന് ക്വാറിയിലെ ഒരു തൊഴിലാളി അപകടത്തിൽ മരിക്കുകയും ചെയ്തു. വാഹനാപകടത്തിലാണ് തൊഴിലാളി മരിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ ക്വാറിക്കുള്ളിലുണ്ടായ അപകടത്തിലാണ് തൊഴിലാളി മരിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ക്വാറിയുടെ പ്രവർത്തനം മൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. ക്വാറിയിലെ തൊഴിലാളിയുടെ മരണത്തിൽ പോലീസിന്റെ ഒത്തുകളി സംശയിക്കുന്നതായും ആരോപണമുണ്ട്. ക്വാറിയുടെ പ്രവർത്തനത്തിലും തൊഴിലാളിയുടെ മരണത്തിലും വിശദമായ അന്വേഷണം വേണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ആവശ്യപ്പെട്ടു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വാറി അത് പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ജനകീയ സമരസമിതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അവിടെ ക്വാറിയിൽ പാറ പൊട്ടിച്ചപ്പോൾ വലിയ പാറ കഷ്ണങ്ങൾ ഒരുപാട് ദൂരം കടന്ന് ഇപ്പോൾ ഇവിടെ ജനവാസ കേന്ദ്രത്തിൽ വീടുകളുടെ മുന്നിൽ വന്ന് വീഴുന്ന അനുഭവം അടക്കം ഉണ്ടായി എന്നുള്ളതാണ് വീട്ടുകാരും പരിസരവാസികളും പറയുന്നത്. ഇങ്ങനെ 2-3 വീടുകളുടെ മുറ്റത്തേക്ക് വലിയ പാറക്കല്ലുകൾ വീഴുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരൊക്കെ പറയുന്നത് അനധികൃതമായ രീതിയിലാണ് പാറ പൊട്ടിക്കൽ നടക്കുന്നത്, അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ള അളവിനും എത്രയോ ഉയർന്ന തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ ഉപയോഗിക്കുകയാണ് എന്നൊക്കെയാണ് ഇതിന്റെ ആക്ഷേപമായിട്ട് പറയുന്നത്. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം അവിടെ തൊഴിലാളികളുടെ ഇടയിൽ ഒരു അപകടം ഉണ്ടാകുകയും ഒരാൾ കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ചില ദുരൂഹതകളുണ്ട്. അത് അപകട മരണമാണ് അല്ലെങ്കിൽ വാഹനാപകടമാണ് എന്നുള്ള നിലയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ റോട്ടിലാണ് വാഹനാപകടം നടന്നതെന്നുള്ള നിലയ്ക്കാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ പ്രദേശവാസികളൊക്കെ പറയുന്നത് അങ്ങനെയല്ല, ഇതിന്റെ ക്വാറിയുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് അവിടെ ഉണ്ടായ അപകടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മരണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് ദുരൂഹതകളുണ്ട്. 2 പഞ്ചായത്തുകളിലെ 2 വാർഡുകളിലായി 200 കുടുംബങ്ങൾ ക്വാറിക്ക് സമീപമുണ്ട്. ശക്തമായ പൊടിയാണ് ക്വാറിയിൽ നിന്നും ഉയരുന്നത്. വേനൽ കടുത്തതോടെ പൊടിശല്യവും മഴക്കാലത്ത് ചെളികെട്ടും രൂക്ഷമാണ്. കരിങ്കൽ ക്വാറിയുടെ മീറ്ററുകൾ അടുത്താണ് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത്. ഏറെ ഭീതിയോടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നതെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഈ ചാനൽ പട്ടാമ്പി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.